കൊളസ്ട്രോളിനെ കുറിച്ച് നമുക്ക് ആർക്കും അത്ര നല്ല അഭിപ്രായമില്ല. എല്ലാവരും ഭയങ്കര ഭീകരനായിട്ടാണ് കൊളസ്ട്രോളിനെ കാണുന്നത്. എന്നാൽ ഈ കൊളസ്ട്രോൾ നമുക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സാധനമാണെന്നും നമ്മുടെ പ്രധാനപ്പെട്ട ബോഡി ഫങ്ഷൻസ് ചെയ്യുന്ന സ്റ്റീറോയിഡ് ഹോർമോൺസിനെ എല്ലാം ഉണ്ടാക്കുന്നത് ഈ കൊളസ്ട്രോളിൽ നിന്നുമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? ഏതൊക്കെയാണ് നമ്മുടെ സ്റ്റീറോയിഡ് ഹോർമോൺസ്? നമുക്ക് കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്, നമുക്ക് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ട്, പിന്നെ നമ്മുടെ സെക്സ് ഹോർമോൺസ്, അതായത് ഈസ്ട്രോജൻ, പ്രൊജസ്റ്റിറോൺ, ടെസ്റ്റോസ്റ്റിറോൺ, പിന്നെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്ന അഡ്രിനൽ ആൻഡ്രോജൻസ്. ഇതിനെല്ലാം ഉണ്ടാക്കുന്നത് കൊളസ്ട്രോളിൽ നിന്നാണ്. ഇതിൽ സെക്സ് ഹോർമോൺസ് നമുക്കറിയാതെ ടെസ്റ്റീസിൽ നിന്നും ഓവറീസിൽ നിന്നും ഉണ്ടാക്കുക. ബാക്കിയുള്ള സ്റ്റീറോയിഡ് ഹോർമോൺസിനെല്ലാം ഉണ്ടാക്കുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയിൽ നിന്നാണ്. നമ്മുടെ കിഡ്നീൻ്റെ മുകളിലുള്ള ആ തൊപ്പി, അതാണ് അഡ്രിനൽ ഗ്ലാൻഡ്. ആ ഗ്ലാൻഡിൻ്റെ പ്രധാനമായിട്ട് 2 പോർഷനാണുള്ളത്. ഒന്ന് ഇന്നർ ഭാഗം, അതിനെ മെഡുല്ല എന്ന് പറയും. പിന്നെ അതിൻ്റെ ഔട്ടർ ഭാഗം, അതിനെ കോർട്ടെക്സ് എന്ന് പറയും. ഈ കോർട്ടെക്സിനെ അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. കോർട്ടെക്സിൻ്റെ ഏറ്റവും പുറത്തുള്ള ഭാഗത്തിന് സോണ ഗ്ലോമുറുലോസ എന്ന് പറയും. അവിടെ നിന്നാണ് നമുക്ക് ആൽഡോസ്റ്റിറോൺ എന്ന് പറയപ്പെടുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ നടുഭാഗവും ഏറ്റവും വലിയ പോർഷനുമായിട്ടുള്ള ഭാഗമാണ് സോണ ഫെസിക്കുലേറ്റ. അവിടെ നിന്നാണ് നമുക്ക് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഉൾഭാഗത്തുള്ളത് സോണ റെറ്റിക്കുലാരിസ്. അവിടെ നിന്നാണ് സെക്സ് ഹോർമോൺസിനെ, അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്ന സെക്സ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്കറിയാം കൊളസ്ട്രോൾ എന്നപ്പോൾ ഉണ്ടാക്കുന്നത്. ഇനി ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ടാണ്. 4 റിംഗ് സ്ട്രക്ചറും, ABCD എന്ന് പറയപ്പെടുന്ന 4 റിങ്ങുള്ള ഒരു സ്ട്രക്ചറും, 4ാമത്തെ റിങ്ങിൻ്റെ മുകളിൽ നമുക്കൊരു ലോങ് ചെയിൻ, ഒരു ആൻറ്റിന പോലെയുള്ള ഒരു ലോങ് ചെയിൻ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് കൊളസ്ട്രോൾ. അപ്പോൾ ഈ കൊളസ്ട്രോളിന് അഡ്രിനൽ ഗ്ലാൻഡിലേക്ക് എത്തിക്കണം, അതിൻ്റെ കോർട്ടെക്സിലേക്ക് എത്തിക്കണം. LDL വഴിയാണ് എന്ത് ചെയ്യുക? നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിലേക്ക് കൊളസ്ട്രോൾ എത്തുക. ഇനി ഈ കോർട്ടെക്സിൽ കൊളസ്ട്രോൾ സെല്ലിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയയിലേക്ക് കൊളസ്ട്രോൾ എത്തണം. സൈറ്റോസോളിലല്ല, സൈറ്റോസോളിൽ നിന്നും ഈ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോളിനെ മൈറ്റോകോൺട്രിയൻ്റെ അകത്തേക്ക് കയറ്റുക എന്നുള്ളതാണ്. അവിടെ നിന്നാണ് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക. മൈറ്റോകോൺട്രിയൻ്റെ അകത്തേക്ക് ചുമ്മാ കൊളസ്ട്രോൾ കയറി പോകില്ല. കൊളസ്ട്രോളിനെ മൈറ്റോകോൺട്രിയൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ട്. അതിൻ്റെ പേരാണ് സ്റ്റാർ, സ്റ്റീറോയിഡോജിനിക് അക്യൂട്ട് റെഗുലേറ്ററി പ്രോട്ടീൻ, അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ സ്റ്റാർ എന്ന് പറഞ്ഞ പ്രോട്ടീൻ എന്ത് ചെയ്യും? കൊളസ്ട്രോളിനെ, 27 കാർബണുള്ള കൊളസ്ട്രോളിനെ മൈറ്റോകോൺട്രിയൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും. ഇനി മൈറ്റോകോൺട്രിയൻ്റെ അകത്ത് വെച്ചിട്ട് ഫസ്റ്റ് നടക്കുന്ന സംഗതി എന്താ അറിയോ? ഞാൻ പറഞ്ഞു 4ാമത്തെ റിങ്ങിൻ്റെ മുകളിൽ ഒരു ആൻറ്റിന ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കട്ട് ചെയ്യും. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 20ാമത്തെയും 22ാമത്തെയും കാർബണിൻ്റെ ഇടയിൽ ഒരു കട്ട് കൊടുക്കും. ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഈ എൻസൈമിൻ്റെ പേരാണ് ഡെസ്മോലേസ്. എന്താണ് പേര്? ഡെസ്മോലേസ്. ഈ ഡെസ്മോലേസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എൻസൈമാണ്. കാരണം ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾ ACTH ആണ്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും വരുന്ന ACTH എന്ന് പറയുന്ന ഹോർമോണാണ് ഈ എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന ആൾ. സോ എനിവേ, ഈ ഡെസ്മോലേസിൻ്റെ ആക്ഷൻ കാരണം നമുക്ക് 21 കാർബണുള്ള ഒരു കോമ്പൗണ്ടിന് കിട്ടി. അതിൻ്റെ പേരാണെന്ത്? പ്രജിനിനോലോൺ. ഇതാണ് പ്രജിനിനോലോൺ. ഇനി ഈ പ്രജിനിനോലോൺ മൈറ്റോകോൺട്രിയൻ്റെ പുറത്തേക്ക് വരുന്നു. മൈറ്റോകോൺട്രിയൻ്റെ പുറത്തേക്ക് വരുന്ന പാടെ എന്ത് ചെയ്യുമെന്ന് അറിയോ? മറ്റൊരു എൻസൈം ഈ പ്രജിനിനോലോണിന് ആക്ട് ചെയ്യും. എന്താ എൻസൈം ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രജിനിനോലോണിൻ്റെ 3ാമത്തെ കാർബണിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. ഈ OH ഗ്രൂപ്പിൽ നിന്നും Hനെ അങ്ങ് എടുത്തുകൊണ്ട് കളയും. അപ്പോൾ ഡബിൾ ബോണ്ട് O ഗ്രൂപ്പായിട്ട് അവിടെ മാറും 3rd കാർബണിൽ. ഈ എൻസൈമിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3β ഹൈഡ്രോക്സി സ്റ്റീറോയിഡ് ഡീഹൈഡ്രജനേസ് എന്നാണ്. അതായത് 3β ഹൈഡ്രോക്സി സ്റ്റീറോയിഡ് ഡീഹൈഡ്രജനേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, പിന്നെ 3ാമത്തെ കാർബണിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ള ഒരു സ്റ്റീറോയിഡിൻ്റെ ആ ഹൈഡ്രജനെ എടുത്ത് കളയുന്ന എൻസൈം, അതാണ് 3β ഹൈഡ്രോക്സി സ്റ്റീറോയിഡ് ഡീഹൈഡ്രജനേസ് എന്ന് പറയപ്പെടുന്ന എൻസൈം. അങ്ങനെ പ്രജിനിനോലോണിൽ 3β ഹൈഡ്രോക്സി സ്റ്റീറോയിഡ് ഡീഹൈഡ്രജനേസ് എന്ന് പറയപ്പെടുന്ന എൻസൈം ആക്ടിവിറ്റിക്ക് ശേഷം നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടിൻ്റെ പേരാണെന്ത്? പ്രൊജസ്റ്റിറോൺ. അപ്പോൾ ഇതാണ് പ്രൊജസ്റ്റിറോൺ. ഇങ്ങനെയാണ് പ്രൊജസ്റ്റിറോൺ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രൊജസ്റ്റിറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 21 കാർബണുള്ള ഒരു കോമ്പൗണ്ടാണ്. ഇനി ഈ പ്രൊജസ്റ്റിറോണിൽ നിന്നാണ് നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെ കോർട്ടിസോൾ ആയിക്കോട്ടെ, ആൽഡോസ്റ്റിറോൺ ആയിക്കോട്ടെ, ബാക്കിയുള്ള ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ പ്രൊജസ്റ്റിറോണിൽ നിന്നാണ്. ഇനി ഈ പ്രൊജസ്റ്റിറോണിനെ നമ്മളൊരു ടണലിലൂടെ പറഞ്ഞേക്കാണ്. ഈ ടണലിനകത്ത് നമുക്ക് ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈം എന്താണ് ചെയ്യുക? ഈ പ്രൊജസ്റ്റിറോണിൻ്റെ
17ാമത്തെ കാർബണിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഒരു OH ഗ്രൂപ്പിന് ആഡ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും എൻസൈമിൻ്റെ പേര്? 17 ആൽഫ ഹൈഡ്രോക്സിലേസ്. 17 ആൽഫ ഹൈഡ്രോക്സിലേസ്. ഇതേ ടണലിൽ തന്നെ മറ്റൊരു എൻസൈമും കൂടിയുണ്ട്. അതെന്താ ചെയ്യുക? ഞാൻ പറഞ്ഞിട്ട് 4 കാർബൺ റിങ്ങാണുള്ളത്. അതിൻ്റെ 4ാമത്തെ കാർബൺ റിങ്ങിൽ ഒരു ആൻറ്റീന ഉണ്ട്, ഒരു ലോങ് ചെയിൻ ഉണ്ട്. അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഡെസ്മോലേസ് കട്ട് ചെയ്തിട്ട് ബാക്കി ചെറിയ 2 കമ്പും കൂടെ ബാക്കിയുണ്ട്. 17ാമത്തെ കാർബണിലാണ് ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ 17ാമത്തെ കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ കമ്പും കൂടെ അങ്ങ് പൊട്ടിക്കളയും. ആര്? ബാക്കി ഈ ടണലിനകത്തുള്ള ഈ എൻസൈം 17ാമത്തെ 20ാമത്തെ കാർബണിൻ്റെ അടിയിലുള്ള ഈ ബോണ്ടങ്ങ് കട്ട് ചെയ്ത് കളയും. അതിൻ്റെ പേരാണ് 17-20 ലയേസ്. അപ്പോൾ പ്രൊജസ്ട്രോണിൽ 17ാമത്തെ കാർബണിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്തു, 17 ആൽഫ ഹൈഡ്രോക്സിലേസ്. ഇനി ഈ 17-20 എന്നുള്ള ബോണ്ട് ആ ചെറിയ ആൻറ്റീനയും കൂടെ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളയും ചെയ്തു, 17-20 ലയേസ്. അങ്ങനെ ഈ 2 ആക്ഷനും കൂടെ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹോർമോണിൻ്റെ പേരാണ് DHEA, ഡൈഹൈഡ്രോ എപ്പി ആൻഡോസ്റ്റിരിയോൺ എന്ന് പറയപ്പെടുന്ന DHEA. അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്ന അഡ്രിനൽ ആൻഡ്രോജൻ. ഇത് മെയിൽസിലും ഫീമെയിൽസിലും ഒക്കെ റിയാക്ഷൻ നടക്കും കേട്ടോ. അപ്പോൾ 17 ആൽഫ ഹൈഡ്രോക്സിലേസിൻ്റെയും 17-20 ലയേസിൻ്റെയും ആക്ഷൻ്റെ ഭാഗമായിട്ട് 17ാമത്തെ കാർബണിൽ ഇപ്പോൾ ഉള്ളത് എന്താ പറയുക? ഒരു കീറ്റോ ഗ്രൂപ്പാണ്. നമ്മുടെ OH ഗ്രൂപ്പ് മാറി ഈ 2 ആക്ഷനും കൂടെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് കീറ്റോ ഗ്രൂപ്പാണ്. ഡബിൾ ബോണ്ട് O എന്ന് പറയും. അപ്പോൾ നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ആൻഡ്രോജൻസിന് ഒരു രീതിയിൽ കൂടെ പറയും 17 കീറ്റോ ആൻഡ്രോജൻസിന്. 17ാമത്തെ കാർബണിൽ കീറ്റോ ഗ്രൂപ്പുള്ള ആൻഡ്രോജൻസ് എന്നും പറയും. ഇനി നമ്മൾ ഈ പ്രൊജസ്റ്ററോണിനെ മറ്റൊരു ടണലിലൂടെ പറഞ്ഞേക്കാണ് സങ്കല്പിക്കുക. അവിടെ നമുക്ക് 17 ആൽഫ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കോമ്പൗണ്ട് പുറത്തേക്ക് വരുമ്പോൾ എന്താ കാര്യം? 17 ഹൈഡ്രോക്സി പ്രൊജസ്റ്റിറോൺ, 17 ഹൈഡ്രോക്സി പ്രൊജസ്റ്റിറോൺ എന്ന് പറയപ്പെടുന്ന ഒരു കോമ്പൗണ്ടായിട്ട് മാറും. ഇനി ഈ 17 ഹൈഡ്രോക്സി പ്രൊജസ്റ്റിറോണിൽ 2 സ്ഥലത്തും കൂടെ നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടും, നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും. കോർട്ടിസോൾ എന്ന് പറയപ്പെടുന്ന ഹോർമോൺ കിട്ടും. അത് ഏതൊക്കെയാണ് പോയിന്റ്? ഒന്ന് 21ാമത്തെ കാർബണിലും പിന്നെ ഒന്ന് 11ാമത്തെ കാർബണിലും. സോ 17 ഹൈഡ്രോക്സി പ്രൊജസ്റ്റിറോണിൽ 21ാമത്തെ കാർബണിലും 11ാമത്തെ കാർബണിലും കൂടെ നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോർട്ടിസോൾ എന്ന് പറയപ്പെടുന്ന ഹോർമോണിനെ കിട്ടും. അപ്പോൾ ഈ 21ാമത്തെ കാർബണിൽ നമുക്കിനി OH ആഡ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ എൻസൈം? 21 ബീറ്റ ഹൈഡ്രോക്സിലേസ്. 11ാമത്തെ കാർബണിൽ ആഡ് ചെയ്യണമെങ്കിലോ 11 ബീറ്റ ഹൈഡ്രോക്സിലേസ്. സോ 17 ഹൈഡ്രോക്സി പ്രൊജസ്റ്റിറോണിൽ 21 ബീറ്റ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമും അതുപോലെ തന്നെ 11 ബീറ്റ ഹൈഡ്രോക്സിലേസ് എന്ന് പറയപ്പെടുന്ന എൻസൈമും കൂടെ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്ത്? കോർട്ടിസോൾ. ഒരു കാര്യം കൂടെ, 17 ഹൈഡ്രോക്സി പ്രൊജസ്റ്റിറോണിൽ 21 ബീറ്റ ഹൈഡ്രോക്സിലേസ് എൻസൈം ആക്ഷന് ശേഷം കിട്ടുന്ന കോമ്പൗണ്ടിൻ്റെ പേര് ഡിയോക്സി കോർട്ടിസോൾ. ഡിയോക്സി കോർട്ടിസോളിൽ 11 ഹൈഡ്രോക്സിലേസിൻ്റെ ആക്ഷൻ കൂടെ കഴിയുമ്പോൾ നമുക്ക് കിട്ടും എന്ത്? കോർട്ടിസോൾ. ഓക്കെ, ഈ കോർട്ടിസോളാണ് എന്ത് ചെയ്യുന്നത്? നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻഹിബിഷനിലൂടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ പോയിട്ട് ACTHനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ ACTH എന്ത് ചെയ്യും? അത് ചെയ്യുന്നത് ആക്ച്വലി ACTH ഡെസ്മോലേസിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സ്റ്റെപ്സ് റിയാക്ഷനൊക്കെ നടന്നിട്ട് കോർട്ടിസോളിന് കിട്ടും. കോർട്ടിസോൾ എന്ത് ചെയ്യും? തിരിച്ച് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻഹിബിഷനിലൂടെ ഈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ പോയിട്ട് ACTHനെ പ്രൊഡക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് ഈ കോർട്ടിസോളാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അൾഡോസ്റ്റിറോൺ അല്ല, സെക്സ് ഹോർമോൺസ് അല്ല. ഇത് ചെയ്യുന്നത് കോർട്ടിസോളാണ്. ഇത് ക്ലിനിക്കലി കുറച്ച് റെലവൻ്റ് ആണ്. നമ്മൾ ക്ലിനിക്കൽ കാര്യങ്ങളുമായിട്ട് കോറിലേറ്റ് ചെയ്ത് പറയുമ്പോൾ വ്യക്തമാക്കി തരും. ഇനിയിപ്പോൾ നമ്മുടെ പ്രൊജസ്ട്രോൺ 17 ആൽഫ ഹൈഡ്രോക്സിലേസിൻ്റെ അടുത്ത് പോകുന്നേ ഇല്ലാന്ന് സങ്കല്പിക്കുക. നേരിട്ട് പ്രൊജസ്ട്രോണിൽ ഒരു 21 ബീറ്റ ഹൈഡ്രോക്സിലേസ് ആക്ഷൻ നടക്കുന്നു. അതായത് 21ാമത്തെ കാർബണിൽ ഒരു OH ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ കോമ്പൗണ്ട് എന്തായിട്ട് മാറും? ഡിയോക്സി കോർട്ടിക്കോസ്റ്റീറോൺ ആയിട്ട് മാറും. ഇനി ഈ ഡിയോക്സി കോർട്ടിക്കോസ്റ്റീറോണിൽ 11ാമത്തെ പൊസിഷനിലും അതുപോലെ തന്നെ 18ാമത്തെ പൊസിഷനിലും കൂടെ ഹൈഡ്രോക്സിലേഷൻ നടക്കുകയാണെങ്കിൽ ഇതെന്തായിട്ട് മാറും? ആൽഡോസ്റ്റിറോണായിട്ട് മാറും. സോ ഡിയോക്സി കോർട്ടിക്കോസ്റ്റീറോണിൽ 11 ഹൈഡ്രോക്സിലേസ് ആക്ഷൻ നടക്കുമ്പോൾ നമുക്ക് കോർട്ടിക്കോസ്റ്റീറോൺ കിട്ടും. ഇനി ഈ കോർട്ടിക്കോസ്റ്റീറോണിൽ 18 ഹൈഡ്രോക്സിലേസ് ആക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ആൽഡോസ്റ്റിറോൺ കിട്ടും. ഈ 18 ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിൽ ഒരു ഹൈഡ്രോക്സിലേസ് ആക്ഷനും അതുപോലെ തന്നെ ഡീഹൈഡ്രജനേസ് ആക്ഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നടക്കുക.
അതുകൊണ്ട് ഈ എൻസൈമിനെ നമ്മൾ ആൽഡോസ്റ്റിറോൺ സിന്തേസ് എന്നാണ് പറയുക. ആൽഡോസ്റ്റിറോൺ സിന്തേസ്. ഈ എൻസൈമിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട്, അത് നമുക്കറിയോ? ഈ എൻസൈമിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്ന ആൾ. നമ്മുടെ റാസ് മെക്കാനിസത്തിൽ അവസാനം കിട്ടൂലേ ആൻജിയോടെൻസിൻ 2, ഈ സാധനം ഈ എൻസൈമിനാണ് കൺട്രോൾ ചെയ്യുക. ഇതിൻ്റെ അളവ് കൂടുമ്പോൾ എൻസൈം ആക്ഷൻ കൂടും, ആൽഡോസ്റ്റിറോണിൻ്റെ പ്രൊഡക്ഷൻ കൂടും.